पति ब्रह्मचारी। മതി മതി മതി. അയ്യോ, ഏട്ടത്തി ക്ഷീണിച്ചു. ക്ഷീണിച്ചെന്നോ? നീയൊക്കെ എന്തായി പറയുന്നേ? കണ്ടില്ലേ, ഇവള് നല്ല ഫ്രഷ് ആണ്. ചുരുങ്ങിയത് ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ഡാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ വേണം. ഒരു 3 മണിക്കൂറെങ്കിലും കളിപ്പിക്കും. അപ്പോഴേ ഇവളൊക്കെ പഠിക്കൂ. ഇടുപ്പ് വേദന എന്താന്ന് മനസ്സിലാക്കട്ടെ. ഓരോ പണി തന്ന് തന്ന് മനുഷ്യനെ ഇടുപ്പ് വെള്ളമാക്കി കളഞ്ഞു. മിസ്റ്റർ ബ്രഹ്മചാരി, നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു നീ വിചാരിക്കേ വേണ്ട. അപമാനവും ബുദ്ധിമുട്ടും നല്ലവരെ പോലും തകർത്ത് കളഞ്ഞു. അതുപോലെ ഇവളുടെ പിടിവാശി തകരും. ഇവള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. നിങ്ങളെല്ലാവരോടുമായി ഞാൻ അപേക്ഷിക്കുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് പോകും പ്ലീസ്. പറയടാ 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 പറയടാ. ഇനി ഈ കുടുംബത്തിന്റെ അഭിമാനം നീ എത്രമാത്രം നശിപ്പിക്കും? അങ്ങനെ ഒടുവിൽ പോലീസ് ഇവിടെ എത്തിയല്ലോ, എന്നിട്ട് നിനക്ക് മതിയായില്ലേ? ബാക്കിയുള്ള അന്തസ്സ് കൂടെ നശിപ്പിക്കാനാണോ നാട്ടുകാരെ മുഴുവൻ ഇവിടെ വിളിച്ചിരുത്തിയത്? അടിപിടി, കത്തിക്കുത്ത്, പോലീസ് സ്റ്റേഷനിൽ കയറല്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇതേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ മരുമകളെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശന വസ്തുവാക്കുമായിരുന്നോ? എന്താണ് നിനക്ക് എങ്ങനെ ധൈര്യം? മാറി തടയേണ്ടത് എന്നെയല്ല ഇവനെയായിരുന്നു. ഈ വീട്ടിൽ കോമാളിത്തരം കാണിക്കായിരുന്നു. മിണ്ടിപ്പോരുന്നു. ഒരാളും ഇതിനിടയിൽ ഒരു അക്ഷരം മിണ്ടിപ്പോരുന്നു. ആരെങ്കിലും ഇതിനിടയിൽ കയറിയാൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല. ഇതിനിടയിൽ ആരും വരാൻ പോകുന്നില്ല. തെറ്റുപറ്റിയത് എനിക്കാ. മരുമോളെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഇവളീ വീട്ടിലെ മരുമോളല്ല, ഇവളീ വീട്ടിലെ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇവളുടെ അച്ഛനോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവളെ കൂട്ടിക്കൊണ്ടുപോകും. അതിനുശേഷം പിന്നെ ഈ കല്യാണവും ബന്ധവും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ഇവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് വീട്ടിലോട് തിരിച്ചു പോകാൻ പറയും. നിന്നെയും ഞാൻ കുറെ മനസ്സിലാക്കിയതാ. പക്ഷെ എന്റെ ആശയങ്ങളെ ആദർശങ്ങളെ കുറച്ചെങ്കിലും നീ മനസ്സിലാക്കി. കുറച്ചെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുള്ള അഭിമാനം ബാക്കി വെച്ചിട്ടുണ്ടോ നീ? ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. ഏട്ടത്തി, ചേട്ടൻ കാരണം ഏട്ടത്തി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് സ്വന്തം തലയിൽ ഏൽക്കേണ്ട കാര്യമില്ല കാവ്യ. കാവ്യ, എന്തു പറ്റി? ഒന്നുമില്ല. കാവ്യ വന്നേ, മുകളിലിരിക്കെ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ഇരുന്നേ. ആ കാല് കാണിച്ചേ.
കാവ്യ, ഇതെങ്ങനെയാ പറ്റി? അത് ഓർമ്മയില്ല, എവിടെയെങ്കിലും ചെന്ന് തട്ടിയതായിരിക്കും. ഏട്ടത്തി, ചേട്ടൻ ഇങ്ങനെ ആയിപ്പോയതില് ഏട്ടത്തിക്ക് നല്ല ദേഷ്യമുണ്ടല്ലേ? അവനൊരു ചീത്ത മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതെ, മറ്റൊരാളുടെ വേദന, അവരുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആള് മോശക്കാരൻ തന്നെയാ. ഏട്ടത്തി, ഞങ്ങൾക്ക് വല്യമ്മയുടെ ഓപ്പറേഷന് പൈസ വളരെ അത്യാവശ്യമായിരുന്നു. വല്യമ്മയുടെ ഓപ്പറേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ലായിരുന്നു. ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടന് ബ്രഹ്മചര്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല. ചേട്ടൻ പ്രതിജ്ഞ എടുത്തായിരുന്നു ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കാൻ. പക്ഷെ എന്തൊക്കെയായാലും ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഈ കുടുംബം പ്രതിജ്ഞയെക്കാളും ഒക്കെ വലുതാ. അതുകൊണ്ടാ വല്യമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചത്. വല്യമ്മയോട് അത്രയധികം സ്നേഹം ഉള്ളതുകൊണ്ടാ ചേട്ടൻ ചെയ്ത പ്രതിജ്ഞയൊക്കെ എടുത്ത് മൂല കേട്ടത്. പിന്നെ നിങ്ങളെ കല്യാണം കഴിച്ചത്. ശരിക്കും പറഞ്ഞ ഒരു നാളികേരം പോലെ എന്റെ ചേട്ടൻ. പുറത്തുനിന്ന് നോക്കിയാ ഭയങ്കര റഫാ, പരുക്കനാ. പക്ഷെ ഉള്ളുകൊണ്ട് വളരെ സോഫ്റ്റാ, പാവാ. കുടുംബം എന്ന് പറഞ്ഞ ജീവനാ ചേട്ടന്. കൊള്ളാലോ, എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്ന മനുഷ്യൻ മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ തയ്യാറാകുമോ? അപ്പോ ശരിക്കും ഇവന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മനുഷ്യത്വമൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാ. അവിടെ ചെന്ന് അച്ഛനോട് മാപ്പ് പറയാനും തയ്യാറാ. എന്താ നിങ്ങള് ഉറപ്പായിട്ടും വീട്ടിലേക്ക് ചെന്ന് സാറിനോട് മാപ്പ് പറയാൻ തയ്യാറാണോ? അതെ. എന്താ ആരെങ്ങോട്ടാ പോകുന്നേ? ചേട്ടത്തി അവരുടെ വീട്ടിലേക്ക് പോവാണോ? ശരിക്കും? ഈഷ, സത്യമായിട്ട് നിനക്ക് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? വാശികൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ശരി തെറ്റുകൾ നോക്കുന്നതിനിടെ ആ വാശി കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പോകുന്നതാ എല്ലാവർക്കും നല്ലത്. മാത്രമല്ല, ഇവിടെ എനിക്കൊരു ഗുണ്ടയുടെ ഭാര്യയായി കഴിയാനും സാധിക്കില്ല. മോളെ, ഈ തീരുമാനത്തിൽ ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. ഈ വീട്ടിൽ എവർക്കൊക്കെ എത്രമാത്രം ആകാശമുണ്ട് അതൊക്കെ നിനക്കുമുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിന്റെ ഏത് പോരാട്ടത്തിനും നിന്നോടൊപ്പം ഞാനുണ്ടോ. വല്യമ്മയുടെ ഓപ്പറേഷന്റെ കാര്യവും ചേട്ടന്റെ നിവർത്തിക്കേടും ഏട്ടത്തി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇവര് പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ ഞാൻ അവിടെയാ ജോലി ചെയ്തതെന്ന് ഇവരറിയില്ലേ? ഇവളെങ്ങനെ ഇത്ര എളുപ്പത്തിൽ തയ്യാറായത്? ഇനി വീണ്ടും എന്തെങ്കിലും കള്ളം പറഞ്ഞ് സൂത്രത്തിനെതിരെ പണിയൊപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇഷ മാഡം, ഇനി ഇത് നിങ്ങളുടെ വല്ല പുതിയ തന്ത്രമാണെങ്കിൽ തന്ത്രം പ്രയോഗിക്കാനായിരുന്നെങ്കിൽ പോലീസ് വരുമ്പോ എനിക്ക് ആ സത്യം പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ ഇവര് ശരിക്കും സാറിനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീർന്നു കിട്ടുമല്ലോ. എന്താ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല. അപ്പൊ പിന്നെ പോവാൻ തയ്യാറായിക്കോളൂ. ഞാൻ സാറിനോട് പെട്ടെന്ന് വിളിച്ചു പറയാം. നമ്മള് ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. എന്താ, റെഡി ആയിക്കോ. നിക്ക്, ഇനി മേലിൽ എന്റെ മുന്നില് വിരല് ചൂണ്ടി സംസാരിക്കുന്ന ഏർപ്പാട് പാടില്ല, മനസ്സിലായോ? സാർ, ഇഷ മാഡത്തിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാഡം മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന്. ഗുലാബ് സിംഗിന് ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരിക്കലും തെറ്റുപറ്റാറില്ല. നീ എന്റെ
വജ്രായുധമാണ് സൂരജ്. ആ വജ്രായുധം എന്റെ ജീവിതത്തിന് വെട്ടിത്തിളങ്ങുന്ന പ്രകാശം മാത്രമേ തരൂ. ഇതുപോലെ ഞാൻ സന്തോഷിച്ചിട്ട് ഒരുപാട് കാലമായി സൂരജ്. ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. നീ ചോദിക്കുന്ന എന്തും കിട്ടും. ചോദിക്കേ. സാറിന്റെ അനുഗ്രഹം കൂടെ ഉള്ളപ്പോ എനിക്ക് പിന്നെ വേറെ എന്താ വേണ്ടേ? ഞാൻ അധികം വൈകാതെ തന്നെ ഇഷ മാഡത്തിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. അയ്യോ, പക്ഷെ ഇന്ന് വേണ്ട. നാളെ പറഞ്ഞയച്ചാ മതി. കൊട്ടും മേളമൊക്കെ ഒരുക്കി പല്ലക്കിൽ മഹാറാണിയെ പോലെ വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള ലോകത്തിലെ ആദ്യത്തെ പെണ്ണായിരിക്കണം അവൾ. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ആഘോഷത്തോടെ ഇറക്കിവിട്ട പെണ്ണ്. ആ, ഈ നഗരം മുഴുവനും ആ കാഴ്ച കാണണം. എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കണം. ഈ ഗുലാബ് സിംഗ് തനിക്കെതിരെ ഉയരുന്ന വിരലുകളെ എങ്ങനെ ഒടിച്ചു മടക്കി വലിച്ചെറിയുമെന്നുള്ള കാര്യം. പാവക്കുട്ടിയുടെ തിരിച്ചുവരവ് എന്റെ വിജയത്തിന്റെ പ്രതീകമാണ്. ആ ഇതാ മോളെ, ഈ കുഞ്ഞു കൃഷ്ണന്റെ പ്രതിമയോടെ മോൾ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിനക്ക് ഏത് രൂപത്തിലാണ് ഇവന്റെ സഹായം വേണ്ടത് ആ രൂപത്തിൽ നിന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും കൂടെ തന്നെ വെച്ചോ. ഏത് പ്രതിസന്ധിയിലും നിനക്കൊരു ആശ്രയമാവും. നീ വിജയിക്കുകയും ചെയ്യും. നീ പോകുന്നോണ്ട് വിഷമമുണ്ട് മോളെ. അയ്യോ, മതി മതി മോളെ. ഞാനും അച്ഛനെ ഒരിക്കലും മറക്കില്ല. ഞാൻ അച്ഛനെ എപ്പോഴെങ്കിലും വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? എപ്പോ വേണമെങ്കിലും ആവും. എപ്പോ തോന്നിയാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈശ്വരൻ നിനക്ക് എന്ന് സന്തോഷം മാത്രം തരട്ടെ. ഈ പല്ലക്കോ അലങ്കാരങ്ങളും ഇതെന്തിനാ മോനെ? ശ്രുതി, സന്തോഷിക്കേണ്ട സമയത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട അമ്മേ. മധുരം കഴിച്ചാ മതി. സന്തോഷോ? എന്ത് കാര്യത്തിന് സന്തോഷം വെച്ചാ? ഈഷ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സന്തോഷം. സത്യമാണ് വെച്ചാ? ഇഷ തിരിച്ചു വരികയാണോ? ചേട്ടത്തി, അതെ, ഇത് ശരിക്കും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ. സന്തോഷിക്കേണ്ട കാര്യോ? രാമ 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 രാമ. അവളെന്റെ മോനെ വിഷമിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. അങ്ങനെയുള്ളവൾ വരുന്നതിന് എന്ത് സന്തോഷം? അമ്മേ, അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അവൾ ഇപ്പൊ ചെന്നുപെട്ട ലോകം ജീവിക്കാനും മരിക്കാനും കൊള്ളാത്തതാണെന്നും അതുകൊണ്ടല്ലേ എന്നോട് മാപ്പ് ചോദിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നേ. അവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയാ ഞാൻ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവൾ ഈ നഗരത്തിന്റെ മുന്നിൽ തല കുനിച്ച് ഈ പല്ലക്കിലിരുന്നായിരിക്കും അവൾ ഇവിടെ വരുന്നത്. എന്നിട്ട് എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്നോട് മാപ്പ് ചോദിക്കും. എന്നിട്ട് ഈ ഗുലാബ് സിംഗ് എല്ലാവരുടെ മുമ്പിൽ മഹാപുരുഷനായി നിന്നുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുത്തിട്ട് എന്റെ നെഞ്ചോട് ചേർക്കും. എന്നിട്ട് അതായിരിക്കും ഗുലാബ് സിംഗിന്റെ ഏറ്റവും വലിയ വിജയമാകാൻ പോകുന്നത്. ഈഷ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാ മതി. ശരി ശരി, നിങ്ങൾ പല്ലക്ക് കൊണ്ടുചെന്ന് വേഗം ഇഷയെ കൂട്ടിക്കൊണ്ടുവാ. ചെല്ല്. ചിറ്റപ്പ, ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം. രക്ഷപ്പെട്ടു. ഹാവൂ എന്റെ ഭഗവാനെ, ഇന്നത്തെ കാലത്ത് നല്ല മരുമോളെയും നല്ല മരുമകനെയൊക്കെ കിട്ടുന്നത് വലിയ ഭാഗ്യം തന്നെയാ. ഇതിപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടും നല്ലത് കിട്ടി. എന്നാലും ആ മോണിക്കയ്ക്ക് മാത്രം കുറച്ചുകൂടെ വെളിവുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? അതാ ഈ മരുന്നുകളും കൂടെ വെച്ചോ. എന്നാ ഇറങ്ങാൻ ചേട്ടത്തി. ആ, നമ്മുടെ സൂരജിന്റെ കല്യാണ വാർത്ത വന്നില്ലേ? ആ ദിവസം മുതൽ ഞാൻ പോകാൻ ഒരുങ്ങിയിരിക്കുവായിരുന്നു.
ഓ എന്റെ മരുമകളെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇനി അവളല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്റെ കൈയും കാലും ഒക്കെ തിരുമ്മി തരാനും, ഞാൻ നടക്കുമ്പോ അത് പിടിക്കാനും, മഞ്ഞളിട്ട പാലും മരുന്നുകളും ഒക്കെ തരാനും, എന്റെ തലയിൽ എണ്ണ തേക്കാനും, എന്നെ ഒന്ന് കുളിപ്പിക്കാനും അവള് മാത്രം മതി എനിക്ക്. ഇനി അതല്ലേ വേണ്ടത്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുട്ടിയല്ലേ. ആ നമ്മുടെ കുട്ടി അല്ലാതെ പിന്നെ എന്താ, അവള് നമുക്ക് അറിയാവുന്ന കുട്ടി തന്നെയല്ലേ. ആ ആ. അവളുടെ നാക്കിന് കുറച്ച് മൂർച്ചയുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വളരെ നല്ല മനസ്സാ അവളുടേത്. കുഞ്ഞിലെ അറിയുന്നതല്ലേ. ഇനിയിപ്പൊ അവൾക്ക് എന്റെ സൂരജിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റൂ. അനിയെ നോക്കിക്കോ. ഈ കല്യാണം അവനെ കൊണ്ട് അവന്റെ പ്രതിജ്ഞ തെറ്റിച്ചില്ലേ. അതുകൊണ്ട് ഈ കല്യാണം തന്നെ ഒരിക്കൽ അവന്റെ തലയിലെഴുത്തായി മാറും. എങ്ങനെയാ ചേട്ടത്തിയോട് പറയുന്നേ? ഇവരിത്രയൊക്കെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മരുമകള് ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോ ഭായ് നിക്കാൻ പറ. ഹലോ ഹലോ, എവിടെ ഇടിച്ചു കയറി പോകുന്നേ? നിക്ക്, അവിടെ നിക്ക്. അല്ല, റിയയുടെ കല്യാണമൊക്കെ വേണ്ടെന്ന് വെച്ചല്ലേ? പിന്നെ ഇപ്പൊ ഈ പല്ലക്കും ബഹളമൊക്കെ ഇപ്പൊ എന്തിനാ? ഏയ് നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്ക്. ചെല്ലു ചെല്ലു പോ. വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. ഫൈനലി പിടിച്ച് കൂട്ടിലിട്ട പക്ഷി പറന്നു പോന്നു. ഇന്ന് ചേട്ടത്തി ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. എന്റെ സന്തോഷം നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഈ തെരുവിലുള്ളവർക്കെല്ലാം എക്സ്ട്രാ പഞ്ചസാരയും നല്ല തേയിലപ്പൊടി ഇട്ട് ചായ കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ ഇവള് തന്നെ ഒടുക്കത്തെ ചെലവ് വരുത്തിയിരിക്കും. അത് ശരിയാ. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും ചെലവാക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇവളുണ്ടാക്കിയ ചെലവൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നാ ഞാൻ ചിന്തിക്കുന്നല്ലോ. ചേട്ടത്തി എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോ ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? ഞാൻ അവിടെ പോകുന്ന കാര്യം അവരിവിടെ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ അച്ഛനും വല്യമ്മയൊക്കെ എന്നെ കൊന്നാളെ. ആരോഗ്യം നോക്കണേ ഏട്ടത്തി. പിന്നെ സമയത്ത് ഓയിൻമെന്റ് പുരട്ടാൻ മറക്കല്ലേ. നീ ഈഷ ഇവിടുന്ന് സ്ഥലം വിടും. ജാനകിയമ്മായി തിരിച്ചു വരും. അതോടെ സൂരജ് എന്നേക്ക് എന്റേതാവും. कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी. कैसी है ये दास्तां, ये दास्तां. താങ്ക് യു ആൻഡ് സോറി. താങ്ക് യു പറഞ്ഞത് നീ എടുത്ത തീരുമാനത്തിനോടാണ്. പിന്നെ സോറി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എനിക്ക് നിന്നോട് സോറി പറയാനുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നിന്റെ പ്രശ്നങ്ങളൊന്നും കുറയാൻ പോകുന്നില്ല, മറിച്ച് കൂടുകയുള്ളൂ. കൊണ്ടുവിടാൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ സ്വയം അങ്ങോട്ട് ചെല്ലണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്. एक दूजे से पर चल रहा कारवां, ये कारवां. तू कहाँ मैं कहाँ,
സൂരജേട്ടാ രക്ഷപ്പെട്ടു അല്ലേ? ആള് പോയി കിട്ടിയല്ലോ. ശരിക്കും കാന്തത്തിൽ പോലെയായിരുന്നു അല്ലേ? അല്ല സോറി. ഹലോ സർ, എന്തു പറ്റി? വിഷമമുണ്ടെങ്കിൽ ഈശ ചേച്ചിയുടെ പല്ലൊക്കെ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് വേഗം ഇങ്ങ് തിരിച്ചു വരാൻ പറഞ്ഞേക്ക്. നീ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. എങ്കിലും നിനക്കും കൂടെ പോവായിരുന്നില്ലേ? വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഉവ്വ് ഉവ്വ്. അവര് കറക്റ്റ് സമയത്ത് തന്നെ ഇവിടുന്ന് പോയിരിക്കുന്നത്. വല്യമ്മ ഏത് സമയത്ത് ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്താം. ആദ്യം വല്യമ്മയുടെ മുറി ചെന്ന് ആ കിടക്കൊക്കെ ശരിയാക്ക്. പിന്നെ അനാവശ്യ സംസാരം നിർത്തും കേട്ടല്ലോ. ശരി, ആയിക്കോട്ടെ. എന്റെ മോൻ എത്ര പാവോ. നെഞ്ചില് മുള്ളു കുത്തിയിറക്കി പോയ പെണ്ണിനെ പിന്നെയും പല്ലക്കി കയറ്റി സ്വീകരിക്ക കാത്തിരിക്ക. ആ താഴെ വെച്ചോ വെച്ചോ വെച്ചോ. നിക്കേ, ഈശ, പാവക്കുട്ടിക്ക് ഞാൻ ആരതി ഒഴിഞ്ഞോളാം. അവളുടെ തോറ്റുപോയ മുഖം ആദ്യം കാണാനുള്ള അവകാശം എനിക്കാ. പാവക്കുട്ടി, ദേ നോക്ക്, ഇറങ്ങിക്കോ, പല്ലക്കിന്ന് ഇറങ്ങി വാ. നിന്റെ എല്ലാ കുസൃതിയും അറിവില്ലായ്മയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പോരെ, വാ വാ വാ, പുറത്തോട്ട് വാ. മോളെ ഇഷ, ഇഷ മോളെ, ഒന്ന് പുറത്തോട്ട് വാ. ഇഷ, ഇഷ എവിടെ? അവളെവിടെ പോയി? നമസ്കാരം സാർ. ഇഷ എവിടെ? മാഡം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ സാർ. ഇവിടെ വന്ന പല്ലക്കിൽ ഇഷ ഇല്ല. അതിൽ ഇഷയെ കാണുന്നില്ല. സാർ എന്താ പറഞ്ഞ? ഇഷ ഇതുവരെ അവൾ ഇല്ലെന്നല്ലേ പറഞ്ഞത്? അവളുടെ ഉത്തരവാദിത്തം ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത്. എന്നിട്ട് അവൾ എവിടെ? ഈ സൂരജ് ഇവിടെ ഉള്ളിടത്തോളം സാർ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. മാഡം എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും. സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ? ഇല്ലെങ്കിൽ പേടിക്കേണ്ടത് നീ തന്നെയാണ് സൂരജ്. എത്രയും പെട്ടെന്ന് അവളെ എന്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവളെ ഉടനെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിന്നെ കണ്ടെത്തിയിരിക്കും സാർ. ഉറപ്പായി ഞാൻ കണ്ടെത്തിയിരിക്കും. എങ്കിൽ പെട്ടെന്നാവട്ടെ. കൊണ്ടുവിടാൻ വരുന്നില്ലേ? ഇല്ല. ഒരു മുഖത്തിന് പിന്നിൽ എത്ര മുഖമുണ്ടെന്ന് ആർക്കറിയാം. എന്നെ ഇനി പറ്റിച്ചതാണെങ്കിൽ അത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ തെറ്റാണ് ചെയ്തത്. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു.
വല്യമ്മേ അമ്മേ വല്യമ്മേ ഞങ്ങൾ എത്ര ദിവസമായിട്ട് വല്യമ്മയെ കാത്തിരിക്കാന്നറിയോ അമ്മേ അമ്മേ സത്യമായിട്ട് പറയാ അമ്മ ഇല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത പോലെയാ ഇപ്പൊ വന്നപ്പോഴോ വീട്ടിൽ വെളിച്ചം വന്നു നോക്കൂ അമ്മ ഞാനൊന്ന് ആരതി ഒഴിയട്ടെ നിക്ക് എത്തിയ ഉടനെ തുടങ്ങി അഹങ്കാരം ഇനി ആരതി സ്വയം ഒഴിയാനാണോ പ്ലാൻ ആരതിയൊക്കെ ഞാനാ ഒഴിയുന്നത് എന്റെ മരുമോൾക്ക്. മരുമോളെ, മോളെ, ദേ നിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. നിന്റെ മുഖം ഒന്ന് ഞാൻ കാണട്ടെ. നാണം കൊണ്ടാണെന്ന് തോന്നുന്നു. ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വാ. മോളെ, ഞാൻ എന്റെ പൂർണ്ണ മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. നിന്റെ ഗൃഹപ്രവേശം നടത്തി തരാം. വിളക്കും കൊണ്ട് അകത്ത് കയറലും ആദ്യമായിട്ട് അടുക്കളയിൽ കയറലും മറ്റു ചടങ്ങുകളെല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തു തരാം. സത്യമായിട്ടും. അയ്യേ, ഇതെന്താ ഇത്രയും സന്തോഷിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്താ മുഖം വല്ലാതെ വെച്ചിരിക്കുന്നേ? ആ, എല്ലാവരുടെ മുഖത്തും കാർമേഘമാണല്ലോ. വലിയമ്മ സ്വീകരിച്ച് ആനയിക്കാൻ നിൽക്കുന്നത് വേറെ ആരെയും അല്ല ഈശയാണെന്ന് അറിഞ്ഞാ എന്തൊക്കെ സംഭവിക്കും? എടി മരുമോളെ, ഞാനിവിടെ എത്തിയത് കണ്ടില്ലേ? നീ നോക്കിക്കോ, 4-5 ദിവസം കഴിയുമ്പോ ഞാൻ ഇവിടെ കുതിര പോലെ ഓടി നടക്കുന്നത് കണ്ടോ? ആ, എന്താ ഇത്? ആരെങ്കിലും ഒന്ന് പോയി അവളെ പോയി വിളിക്കേ. പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ. എന്റെ മരുമോളെ, നിങ്ങൾ എവിടെ അവളെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത്? ആ, ഇത് കണ്ടോ? ഇവിടെ ഒച്ചയിട്ട് നിലവിളിച്ച് മനുഷ്യന്റെ തൊണ്ടയില് വെള്ളം പറ്റി. അപ്പൊ ഇവിടെ ഒന്ന് നിക്ക. ഇങ്ങോട്ട് വാ, വാ, കേറി വാ. വരാൻ നോക്ക്. ഇവിടെ വാ. ഇതൊക്കെ ഒരു ചടങ്ങാ. പുതിയ മരുമോളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അമ്മ ഇപ്പൊ കാര്യം അറിഞ്ഞ ഈ വീട് മൊത്തം തല കീഴായി മറിക്കും. പിന്നെ എല്ലാവരുടെ കാര്യം പോക്കാം. ഇതെന്താ? നീ ഇതെന്ത് വേഷം ഇട്ടിരിക്കുന്നേ? സിന്ദൂര രേഖയിൽ സിന്ദൂരം ഇട്ടിട്ടില്ല, നല്ലൊരു വേഷം ഇട്ടിട്ടില്ല, കല്യാണ പെണ്ണിന്റെ വളയോ മാലയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇതെന്താ മോളെ ഇത്? ആ, പുതുപ്പെണ്ണാവുമ്പോഴേ എല്ലാം അണിഞ്ഞൊരുങ്ങണം, നല്ല വേഷങ്ങൾ ധരിക്കണം, കണ്ടാൽ ആളുകൾ കൈകൂപ്പി തൊഴണം. എന്നാലല്ലേ നന്നായിരിക്കൂ. ആ, പറയ്. ചേട്ടത്തി, ആ, ഈ നിന്ദ ഉണ്ടല്ലോ, അവളല്ല സൂര്യന്റെ ഭാര്യ. അതെ, അനിയ. ഇതിനേക്കാൾ വലിയ തമാശ ഒന്നും നിനക്ക് കിട്ടിയില്ലേ? എന്റെ ഭഗവാനെ, ഇവളല്ല സൂരജിന്റെ ഭാര്യയെങ്കിൽ പിന്നെ വേറെ ആരാ? വേറെ ആരെന്ന് പറയ്. ഇവളിന്നലെ ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നല്ലോ അല്ലേ? നീ മുഖം കാണിച്ചതിന് ഞാൻ നിനക്ക് മോതിരമൊക്കെ സമ്മാനമായിട്ട് തന്നില്ലേ? അങ്ങനെ എല്ലാ രീതിയിലും ഉറപ്പിച്ചതാണല്ലോ. അമ്മായി പറഞ്ഞതൊക്കെ ശരിയാ. അമ്മായി എപ്പോഴും എന്നെ മരുമകളായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മരുമകളായിട്ടിപ്പോ ഞാനല്ല, വേറൊരാളാ. ജാനകി അമ്മായി കരയാൻ പോവാ. ഇതൊക്കെ കേട്ട് അമ്മായിക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയാ ഞാനന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഒന്നും പറയാതിരുന്നത്. ഇപ്പോഴും പറയാൻ പേടിയുണ്ട് എനിക്ക്. അമ്മായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ സൂരജിന്റെ ശരിക്കുള്ള ഭാര്യ ആരാ? അവളോട് എന്നെ മുന്നിൽ വരാൻ പറയും. Mm-hmm.
എന്തു പറ്റി? ഇവിടെ ആരോ ഉള്ളതുപോലെ തോന്നി. ഇവിടെ ആരുമില്ലല്ലോ. എന്റെ ഗോപാലകൃഷ്ണ, എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ, എനിക്ക് ശക്തി തരണേ. അവളെ വേഗം കണ്ടുപിടിക്കുക. നിനക്ക് മുമ്പേ അവളെ കണ്ടുപിടിക്കുന്നത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ബാക്കി വെക്കില്ല. രോഹന്റെ അഡ്രസ് കിട്ടി. രോഹൻ, രോഹൻ, എനിക്കറിയാം എന്റെ അച്ഛനും ആ കള്ള ബ്രഹ്മചാരിയും കൂടെ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷെ നീ പേടിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. അയ്യോ അച്ഛാ, എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ എവിടെ പോകാനാ? നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും പാവക്കുട്ടി. നിന്റെ ചിന്തകളും നിന്റെ തലയിലെഴുത്തും നിന്റെ ജീവിതവും എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ ഞാൻ കാരണം ഞാനാണ് നിന്റെ ഭീതികർത്താവ്. അവളെ എന്റെ സാറിന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വിശ്രമിക്കൂ. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. കണ്ടോടാ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. ആഹാ, ആരാ ഈ അപ്സരസിനെ പറഞ്ഞത്? കൊള്ളാം, അടിപൊളിയാ. എവളൊരു മുതല് തന്നെയാ. എന്നെ പോകാൻ അനുവദിക്കണം പ്ലീസ്. എന്താ ഇത് പൊന്നുമോളെ, അങ്ങനെ അങ്ങ് പോയാൽ എനിക്ക് എന്താ ഒരു രസമുള്ളത്? നിന്നെ കണ്ടപ്പോ എന്റെ സകല നിയന്ത്രണവും പോയിരിക്കുക. എനിക്ക് അവളോട് ഇനി കുറച്ചു സമയം സ്വർഗത്തിൽ കഴിഞ്ഞാ മതി. ഇത് പിടിച്ചേ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. ഞാൻ അച്ഛനോടൊന്നും പറയില്ല. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്ക. രോഹൻ, പിടിക്കവളെ. എന്റെ ഈശാ മേഡം, നിങ്ങളിത് എവിടെയാണ്? ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വിട്, എന്നെ വിട്. പ്രശ്നം ഉണ്ടാക്കണ്ട ബായി, ഞാൻ സാറിനൊന്ന് വിളിച്ചോക്കട്ടെ. നിന്റെയൊക്കെ തലക്കകത്ത് കുറച്ചെങ്കിലും വിടുവില്ലേ? ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇതുപോലൊരു സുന്ദരി പെണ്ണ് പിന്നെ കിട്ടും. നോക്ക്, കൊതി തോന്നില്ലേ? എടാ മണ്ടന്മാരെ, ഇവൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടും. എടാ, ആവശ്യം കഴിഞ്ഞാൽ ഇവറ്റകളെ രണ്ടുപേരെയും കൊന്ന് ഇവിടെയും വലിച്ചെറിയാം. എന്നിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാം. അയ്യോ, എന്നെ കൊല്ലല്ലേ ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് അയച്ചു വിട്. ഇവനാണ് കാമുകൻ. രോഹൻ,
എന്തൊക്കെയാ ഈ പറയുന്നത്? ഐ ആം സോറി ഈശ. ഇവര് നിന്നോട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഉറപ്പായിട്ട് ചെയ്യും. പക്ഷെ നിനക്ക് വേണ്ടി എനിക്ക് ജീവിതം കളയാൻ പറ്റില്ല. എന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്കിൾ, എന്റെ പേര് രോഹൻ. എനിക്ക് ഈശയെ വളരെയധികം ഇഷ്ടമാണ്. സോറി ഈശ. രംഗട്ട, എന്നെ ഒന്ന് അഴിച്ചുവിട്. ഇവളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നോക്ക്, നിന്റെ കാമുകൻ നിന്നെ കളഞ്ഞിട്ട് ഓടിപ്പോയി. പക്ഷേ അവൻ പൊക്കിയോട്ടെ, നിനക്ക് ഞാനുണ്ട്. ഒരാൺ എങ്ങനെയാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ തോറ്റു. ഈ ദീപം ഞാൻ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ സൂരജിന്റെ ഭാര്യയായിട്ട് വന്ന ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. പറയുന്ന കേൾക്കാം. ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേട്ടത്തി, നിങ്ങളുടെ പുന്നാര മകൻ കല്യാണം കഴിച്ചൊന്നും അല്ല, മറിച്ച് ഗുണ്ടായുസത്തിന്റെ ലോകത്ത് സ്വന്തം പേര് ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചതാണ്. ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ സിന്ദൂര രേഖയിൽ സിന്ദൂരം ഇട്ട് ഇവിടെ കൊണ്ടുപോയി. എന്താ? സൂരജ് ഒരു പെൺകുട്ടിയെ ബലമായിട്ട് കല്യാണം കഴിച്ചതോ? ആ പെൺകുട്ടിയെ മണവാട്ടിയായിട്ടൊന്നും അല്ല കൊണ്ടുവന്നത്. നമ്മുടെ ഗുണ്ടയായ മകൻ ആ കുട്ടിയെ ബന്ദിയാക്കി തടവ് പുള്ളിയെ പോലെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഇത് സത്യത്തിൽ ഒരു കല്യാണമൊന്നുമല്ല. ഹൃദയമില്ലാത്തൊരു ഗുണ്ട ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഴത്തിലുള്ള ഒരു ആഘാതമാണത്. ഇത്ര നിഷ്കളങ്കയായ ഒരു കുട്ടിയാണെന്ന് അറിയാമോ? 2 ദിവസം കൊണ്ട് അത് അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവരെ വിചാരിച്ചു. അത്ര മോശമായിരുന്നു അവസ്ഥ. ഒരു കണക്കിന് നന്നായി അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. നന്നായി ഈ നരകത്തിൽ നിന്ന് അവൾ ഓടിപ്പോയത്. പെൺകുട്ടി ആരാ? എന്താ അവളുടെ പേര്? ആ പെൺകുട്ടിയെ ചേട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളുടെ പേര് പറയുന്നതിന് മുമ്പ് ചേട്ടത്തി എനിക്കൊരു വാക്ക് തരണം. സൂരജിന് അവൻ ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നുള്ള വാക്ക്. അവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തന്നെ പറയണം. ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ ബലമായി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു ഗുണ്ടയെ ഇവിടെ താമസിപ്പിക്കണമെന്നാണോ ചേട്ടത്തി പറയുന്നത്? എനിക്ക് വാക്ക് തരണം. കേട്ടോ ചേട്ടത്തി, ഇനി സൂരജിനെ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ഇല്ല, എനിക്ക് സൂരജിനെ അങ്ങനെ തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം സൂരജിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അറിയുന്ന സൂരജ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഒരിക്കലും താലി കെട്ടില്ല. തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും നിവൃത്തികേടുണ്ടായിട്ടുണ്ടാവും. അനിയ, സത്യം എന്താന്ന് ശരിക്കും അറിയാതെ സൂരജിനെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റില്ല. ഇല്ല. ജീവിതം പലപ്പോഴും മനുഷ്യന് 2 വഴികൾ തുടങ്ങുന്നിടത്ത് കൊണ്ട് നിർത്താറുണ്ട്. പക്ഷെ സൂരജ് എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് തെറ്റായ വഴിയാണ്. അവൻ തെറ്റായിരുന്നു, തെറ്റാണ്, ഇനി മുന്നോട്ടും തെറ്റ് തന്നെ ആയിരിക്കും. ആ പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് നന്നായി. അതുകൊണ്ട് തന്നെ അവളുടെ പേരും എല്ലാം മറന്നേക്കൂ. ഈ കല്യാണം തന്നെ മറന്നേക്കൂ. എല്ലാവരും ചെല്ലും. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കൂ.
പോകാൻ. മോളെ എന്നെ ഇങ്ങോട്ട് ഓടിക്കില്ലേ? വാ, ചേട്ടന്റെ കയ്യിലോട്ട് വാ. മാറി നിൽക്ക്, മാറി നിൽക്കാൻ തുടരുത്. എന്റെ അടുത്ത് വരരുത്, എന്റെ അടുത്ത് വരരുത്, എന്നെ തൊടാൻ നോക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഓടിച്ചിട്ടുണ്ടാവും. നോക്ക്. പൊന്നുമോളെ, നീ എവിടെയാ? ബോസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോയി ഈശ മേഡം? ഇങ്ങോട്ട് പാടി. പോയി, സൂരജ് വന്നാ തോന്നുന്നു. ഈശ മേഡവും റോഹനും രണ്ടുപേരും ഇവിടുന്ന് പോയെന്നാ തോന്നുന്നത്. എന്തായാലും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. വാ. ഇനി നിലവിളിച്ചോ? ഇനി ആരാ വന്ന് രക്ഷിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ. നിലവിളിക്ക. ഒരു പെണ്ണിന്റെ ലഹരി എന്താണെന്ന് ഈ ബ്രഹ്മചാരിക്ക് എങ്ങനെ അറിയാനാ? ഇവളുടെ പേടിത്തൊണ്ടൻ കാമുകൻ ഇവളെ ഞങ്ങൾക്ക് തന്നിട്ട് അവൻ ഓടിപ്പോയി. നീയും വേഗം ഇവിടെ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എടാ കണ്ടോ, കാര്യം മനസ്സിലായി.
എടാ ഞാനൊരു ഗുണ്ട, പക്ഷെ എനിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയടാ. പിന്നെ മറ്റൊരു കാര്യം നിനക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇവളെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം. ഇവളെ എന്റെ ഉത്തരവാദിത്വം.